ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ലാതെ ഏതൊരാൾക്കും ചെയ്യാവുന്ന നമ്മുടെ ബ്രഹ്മമുഹൂർത്ത റൈറ്റിംഗ് ടെക്നിക്കിനെ കുറിച്ചാണ്. ഞാൻ ഈ വീഡിയോ ഇന്നിത് ചെയ്യാൻ കാരണം ഒരുപാട് പേര് ഒരുപാട് സംശയങ്ങൾ അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. എൻ്റെ ചാനൽ ഞാൻ തുടങ്ങിയ ആദ്യ സമയത്ത് ഞാൻ ഇട്ട വീഡിയോ ആയിരുന്നു അത്. എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ളതും അതിനാണ്. അത് ചെയ്ത് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണത് ചെയ്യേണ്ടതെന്ന്, നമ്മളിത് പുതിയൊരു വർഷം തുടങ്ങാൻ പോകുകയാണ്. ആ വർഷത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ നമുക്ക് ഈ ഒരു ബ്രഹ്മമുഹൂർത്ത റൈറ്റിംഗ് ടെക്നിക്ക് എഴുതി തുടങ്ങാവുന്നതാണ്. അതിൻ്റെ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ധനുമാസം എന്ന് പറയുന്നത് ദേവന്മാരുടെ ബ്രഹ്മമുഹൂർത്തമായതുകൊണ്ട് തന്നെ ആ സമയത്തെ നമ്മുടെ പ്രാർത്ഥനകൾ വളരെ പെട്ടെന്ന് തന്നെ ഫലവത്തായി കിട്ടും. പ്രത്യേകിച്ചും ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മൾ എന്തെഴുതിയാലും അതിന് ഫലം എന്ന് പറയുന്നത് വളരെ പെട്ടെന്നായിരിക്കും. സോ നിങ്ങൾക്ക് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, യാതൊരു വിധത്തിലുമുള്ള റെസ്ട്രിക്ഷൻസ് ഇവിടെ ബാധകം അല്ല എന്നുള്ളത്. പീരിയഡ്സ്, പുലയാണ്, വാലായ്മയാണ്, നോൺ വെജ് കഴിച്ചു, കുളിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനൊക്കെ കഴിഞ്ഞതാണ്, അപ്പം ഞങ്ങൾ കുളിക്കാതെ ഇത് എഴുതാമോ? ഇവിടെ ഇതൊന്നും നിങ്ങൾക്ക് ബാധകമല്ല. നിങ്ങൾ എപ്പോൾ ഉണരുന്നോ ആ ഒരു സമയത്ത് ഉണർന്ന് നിങ്ങൾക്കിത് എഴുതാവുന്നതാണ്. അതായത് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് നമുക്കറിയാം 3:30 മുതൽ 5:30 വരെയുള്ള ഒരു സമയമാണ്. ഇപ്പോൾ സൂര്യോദയം എന്ന് പറയുന്നത് വളരെയധികം ലേറ്റ് ആയിട്ടാണ്. ഇവിടെയൊക്കെ ഇപ്പം സൂര്യോദയ സമയം എന്ന് പറയുന്നത് രാവിലെ 7 മണിക്കാണ്. അപ്പം അതിന് ഒരു 1.5 മണിക്കൂർ മുമ്പ് നമുക്കിത് എഴുതിയാൽ മതിയാവും. ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു സമയം തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ ഒരു 5:45 മുൻപായിട്ട് ഈ ഒരു കാര്യം എഴുതി തീർത്താൽ മതിയാവും. അതായത് 3:30 മുതൽ രാവിലെ ഒരു 5:45 മുൻപായിട്ട് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം എഴുതിയാൽ മതിയാവും. ഇപ്പം കിടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എഴുതുന്ന ഒരു ബുക്ക് എടുത്ത് അടുത്ത് വെക്കുക. അലാം അടിക്കുമ്പോൾ എഴുന്നേൽക്കുക, ജസ്റ്റ് കണ്ണൊക്കെ ഒന്ന് തിരുമ്മി ജസ്റ്റ് ഒന്ന് ഇതായിട്ട് നിങ്ങൾക്ക് ആ ബുക്ക് എടുത്ത് കയ്യിൽ വെച്ച് എഴുതാവുന്നതാണ്. അങ്ങനെയല്ല, നിങ്ങൾക്കൊന്ന് ഫ്രഷ് ആയിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും എഴുതാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഏതൊരു രീതിയിൽ എഴുതിയാലും നമ്മുടെ ആഗ്രഹം തീർച്ചയായിട്ടും നമുക്ക് സാധിച്ചു കിട്ടിയിരിക്കും. അക്കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുമുള്ള സംശയവും വേണ്ട. അപ്പോൾ ഒരു ബുക്ക് ഇതിനായിട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം 21 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് എഴുതണം. നമുക്ക് ഒരു രീതിയിലുമുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ നമുക്കിത് തടസ്സപ്പെട്ടു പോകുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട. ഇനി എന്തെങ്കിലും ഒരു അസുഖങ്ങളൊക്കെ മൂലം നിങ്ങൾക്ക് തടസ്സപ്പെട്ടു പോകുന്നൊരു പേടിയുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ അലാറം വെച്ച് എഴുന്നേറ്റ് ഒരു 5 മിനിറ്റിനുള്ളിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് വയ്യ എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും കിടന്നുറങ്ങിക്കോളൂ. കാരണം നമ്മളിത് മുടക്കാതിരിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടുന്ന ഒരേ ഒരു കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളൊരു ബുക്ക് എടുക്കുക. പുതിയ ബുക്ക് വേണമെന്നൊന്നുമില്ല, പഴയ ബുക്ക് കുറച്ച് പേജുകൾ ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതിയാവും. ഇനി പേപ്പറാണ് എടുക്കുന്നതെങ്കിൽ പേപ്പർ എടുക്കാം. ലൈൻസ് ഇല്ലാത്ത ബുക്ക് അല്ലെങ്കിൽ പേപ്പറാണ് എപ്പോഴും ഏറ്റവും നല്ലത്. ഇനി അത് കിട്ടാനില്ലെങ്കിൽ ലൈൻസ് ഉള്ള ബുക്ക് എടുത്തോളൂ. അതുപോലെ തന്നെ പേന, കറുത്ത മഷി ഒഴിച്ച് നിങ്ങൾക്ക് ഏതൊന്നും എടുക്കാവുന്നതാണ്. അതേപോലെ കുറച്ച് പേർക്കൊരു സംശയം കാണും, സെയിം ടൈം തന്നെ എല്ലാ ദിവസവും ഫോളോ ചെയ്യണമെന്നുള്ളത്. ഈ ഒരു 3:30-ക്കും 5:45-നും ഇടയ്ക്കുള്ള ഏതൊരു സമയവും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. കറക്റ്റ് സമയം തന്നെ എല്ലാ ദിവസവും ഫോളോ ചെയ്യണം എന്നുള്ള നിർബന്ധവുമില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുക. ജോലിയാണോ, വിവാഹമാണോ, വീടാണോ, വാഹനമാണോ, സന്തോഷകരമായൊരു കുടുംബജീവിതമാണോ, മക്കളുടെ ആരോഗ്യമാണോ, എന്തുമായിക്കൊള്ളട്ടെ, എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അത് ഒറ്റ സെൻറ്റൻസിൽ ഒന്നെങ്കിൽ 2 രീതിയിൽ നമുക്ക് എഴുതാം. അതായത് നിങ്ങൾക്ക് സന്തോഷമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഐ ആം ഹാപ്പി, ആരോഗ്യമാണെങ്കിൽ ഐ ആം ഹെൽത്തി, അല്ലെങ്കിൽ പണമാണെങ്കിൽ ഐ ആം അട്രാക്റ്റിംഗ് മണി, അല്ലെങ്കിൽ ഐ ആം അട്രാക്റ്റിംഗ് അബണ്ടൻസ്, ഐ ആം അട്രാക്റ്റിംഗ് പ്രോസ്പെരിറ്റി. അങ്ങനെ എന്ത് വേണമെങ്കിലും എഴുതാം. അങ്ങനെയല്ല, ഒരു നീണ്ട സെൻറ്റൻസ് ആയിട്ട് എഴുതണം എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഭർത്താവും മക്കളുമായി സന്തോഷത്തോടും സമ്പൽ സമൃദ്ധിയോടും കൂടി ജീവിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ ഞാൻ ജോലി വാങ്ങി,
ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ വിവാഹം നടന്നു, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ സന്തോഷമായിട്ട് ഞാൻ ജീവിക്കുന്നു, ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ട്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഉണ്ട് എന്നുള്ള രീതിയിൽ എഴുതണം. വേണം അല്ലെങ്കിൽ അത് കിട്ടണം അങ്ങനെയൊന്നുമല്ല, നമുക്കത് ഉണ്ട്, നമ്മുടെ കയ്യിൽ അതുണ്ട്. ഇപ്പം ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഏത് ലാംഗ്വേജിൽ എഴുതുന്നതാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആ ഒരു ലാംഗ്വേജിൽ എഴുതാം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, സന്തോഷമായിട്ടിരിക്കണം എന്നുള്ള മാത്രമാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ഐ ആം ഹാപ്പി എന്ന് എഴുതാം. നിങ്ങൾക്ക് ഭാഗ്യം വേണമെങ്കിൽ ഐ ആം ലക്കി എന്ന് എഴുതാം. ആരോഗ്യമാണെങ്കിൽ ഐ ആം ഹെൽത്തി എന്ന് എഴുതാം. അപ്പം ഇത് മലയാളത്തിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം ഞാൻ ആരോഗ്യവതിയായിട്ടിരിക്കുന്നു എന്ന് വരും. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇംഗ്ലീഷാണോ മലയാളമാണോ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം എഴുതാൻ ആ ഒരു ലാംഗ്വേജ് സെലക്ട് ചെയ്തിട്ട് എഴുതുക. അപ്പോൾ ആദ്യത്തെ ദിവസം 1 മുതൽ 21 വരെ നമ്പർ ഇടുക. നമ്പർ ഇട്ടിട്ട് നിങ്ങളുടെ ആഗ്രഹം ഒരു സെൻറ്റൻസിൽ നിങ്ങൾ എഴുതുക. ഇപ്പം ഭർത്താവൊക്കെ ആയിട്ട് പിരിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ ഞാൻ എൻ്റെ ഭർത്താവും ഒത്ത് സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി ജീവിക്കുന്നു. മക്കളൊക്കെ പിണങ്ങിയിരിക്കുന്നവരാണെങ്കിൽ എൻ്റെ മക്കളുമായിട്ട് ഞാൻ സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി ജീവിക്കുന്നു. എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ആ ഒരു സ്വപ്നം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടത് എന്താണ്. ഇപ്പോൾ 2026, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, 2026 എന്ന പുതിയ വർഷം എനിക്ക് സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞതായിരുന്നു. അത് ആ ഒരേ രീതിയിൽ നിങ്ങൾക്ക് ഇത് എഴുതാം. ഒന്നെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് 21 ദിവസം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് 48 ദിവസം നിങ്ങൾക്കിത് എഴുതാം. ഇനി നിങ്ങളിത് എഴുതി 10 ദിവസമൊക്കെ കഴിയുമ്പം നിങ്ങൾക്കൊരു ട്രാവൽ അത്യാവശ്യമായിട്ട് വേണ്ടി വന്നു, അത് എങ്ങോട്ടും ആയിക്കൊള്ളട്ടെ, ആ സമയം മറക്കാതെ നിങ്ങൾ ആ ബുക്ക് കയ്യിൽ കരുതിയാൽ മതി, പോകുമ്പം എഴുതിയാൽ മതി. അങ്ങനെയൊന്നും ഇതിനൊരു തടസ്സവും ഉണ്ടാവുന്നതല്ല. നിങ്ങൾ വിശ്വാസത്തോടു കൂടി നമ്മളിത് എഴുതുക. അതായത് ഈ പ്രസൻറ്റ് ടൈമിൽ നമ്മൾ ആ ആഗ്രഹിച്ച കാര്യം കയ്യിൽ കിട്ടി, അങ്ങനെയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. ആ ഒരു സന്തോഷം എത്രമാത്രമുണ്ടോ ആ ഒരു അതേ ഹാപ്പിനെസ്സോടുകൂടി പോവുക. ചിലപ്പം 10 11 ദിവസമൊക്കെ എഴുതിയിട്ട് നമുക്ക് ചിലപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലൊരു പ്രോഗ്രസ് ഇല്ല എന്ന് കരുതി ഇനി ഞാനിത് എഴുതുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ മടി പിടിച്ചത് നിർത്തരുത്. നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് എഴുതി പൊക്കോണം, അതിനൊരു കുഴപ്പവുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ ആ ആഗ്രഹം പ്രപഞ്ചം തീർച്ചയായും സാധിച്ചു തരും. ഇത് എഴുതിയിട്ടുള്ളവർക്കൊക്കെ ആ ഒരു 21 അല്ലെങ്കിൽ 48 ഡേയ്സിനുള്ളിൽ അതിനുള്ള ഉത്തരം പ്രപഞ്ചം കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങളുടെ വിശ്വാസമാണ്, ആ വിശ്വാസത്തോടു കൂടി എഴുതുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ചെയ്യേണ്ടുന്നൊരു കാര്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരുപാട് പേർക്കൊരു സംശയം വരും, ഇത് എഴുതിയിട്ട് കയറി കിടന്നുറങ്ങിയാൽ കുഴപ്പമുണ്ടോ എന്ന്. ഒരു കുഴപ്പവുമില്ല. നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിലൊക്കെ എഴുന്നേറ്റ് വീണ്ടും കിടന്നുറങ്ങിയാൽ സംഭവിക്കുന്നത് നമ്മുടെ അന്നത്തെ ആ ഒരു ദിവസത്തെ എനർജി കംപ്ലീറ്റ് ആയിട്ട് നമുക്കങ്ങ് നഷ്ടപ്പെട്ടു പോകും. നമുക്കൊരു മടി ഫീൽ ചെയ്യും. എന്നതൊഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ ആഗ്രഹം നടക്കാതെ ഇരിക്കില്ല. കാരണം കുഞ്ഞു മക്കളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാവർക്കും അറിയാമല്ലോ, ആ ഒരു സമയത്തൊക്കെ ഞാനിത് എഴുതിയിട്ടുള്ളതാണ്. ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റ് ഇത് എഴുതിയിട്ട് വീണ്ടും കിടന്നുറങ്ങിയിട്ടുണ്ട്. കാരണം കുഞ്ഞു മക്കളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഉറക്കമൊന്നും രാത്രി അത്ര ക്ലിയർ ആയിട്ട് കിട്ടില്ല. അപ്പം ഇത് എഴുതിയിട്ട് ഞാൻ വീണ്ടും കിടന്നുറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ ആഗ്രഹം നടക്കാതിരുന്നിട്ടില്ല. അതേപോലെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് ഇപ്പം നിങ്ങൾ കൊളുത്തുന്നുണ്ടെങ്കിൽ അതേ ആഗ്രഹം പറഞ്ഞുകൊണ്ട് ഇത് നിങ്ങൾക്ക് എഴുതുകയും ചെയ്യാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ തീർച്ചയായിട്ടും ഇതിൻ്റെ ഫലം കിട്ടിയിരിക്കും. എന്താണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു കാര്യം നിങ്ങൾ ആദ്യം ഒരൊറ്റ സെൻറ്റൻസ് ആയിട്ട് ഫ്രെയിം ചെയ്യുക, അത് എഴുതുക. വാരി വലിച്ച് ഒരുപാട് നമ്മൾ സെൻറ്റൻസൊക്കെ ആക്കി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. ഒറ്റ ലൈനിൽ തീർക്കുന്ന രീതിയിൽ ഏറ്റവും ചെറുതാക്കി എഴുതുക എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. സോ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കൂ. തീർച്ചയായിട്ടും പുതിയ വർഷം നിങ്ങൾ എന്താണോ എയിം ചെയ്യുന്നത് അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിച്ചിരിക്കും. എല്ലാവരുടെയും ആഗ്രഹങ്ങൾ ഭഗവാൻ മുരുകൻ സാധിച്ചു തരട്ടെ. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.